മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ വരികയാണ്. ഈ ഡീലിമിറ്റേഷൻ നടത്തരുതെന്നും തമിഴ്നാട് ഇതിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്നുമൊക്കെയാണ് സ്റ്റാലിൻ തള്ളിമറിച്ചിരിക്കുന്നത്. പോരാത്തതിന് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉണ്ടാകും. സകല വീടുകളിലും കരിങ്കൊടി ഉയർത്തണം എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങും എന്നൊരു തള്ളും സ്റ്റാലിൻ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വനിതാ സംവരണ ബില്ലിന്റെ ഭാഗമായുള്ള മണ്ഡല പുനർനിർണയത്തിൽ പുതിയ ഫോർമുലയുമായി കേന്ദ്രം എത്തിയിരിക്കുകയാണ്. ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുന്നുവെന്ന ആശങ്ക പരിഹരിക്കാൻ 50% വീതം സീറ്റ് വർധന എന്ന ഫോർമുലയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും ഇത് സംബന്ധിച്ച് സംസാരിച്ചേക്കും. നിലവിലെ സാഹചര്യത്തിൽ 2011 സെൻസസിനെ അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം കൊണ്ടുവരാൻ 20 ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള കേരളത്തിൽ പരമാവധി 23 മണ്ഡലങ്ങളെ പുതിയ മാറ്റത്തിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഇത് മറികടക്കാൻ 50% സീറ്റ് വർധനവ് എന്ന ഫോർമുലയാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകൾ എന്നത് 20ന്റെ 50% 10 കൂടെ ചേർത്ത് 30 സീറ്റുകളായി ഉയരും. ഓരോ സംസ്ഥാനവും കൈവരിച്ച സാമ്പത്തിക പുരോഗതി കൂടി സീറ്റ് നിർണയത്തിൽ ഘടകമാക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി റേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനും പ്രതിരോധം തീർക്കാനും ഒരുമിച്ച് നിൽക്കണമെന്നും ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് തെലങ്കാന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കത്തയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു നീക്കത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പോലും ലഭിക്കാത്ത വലിയ ഡീലാണ് കേന്ദ്രം ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കലാപത്തിന് സാധ്യത കേന്ദ്രം ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.